നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും നിറക്കുടുക്കയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ കഥ കേൾക്കണ്ടേ? അനുസരണക്കേടിൻ്റെ ഫലം എന്നാണ് ഇന്നത്തെ കഥയുടെ പേര്. പണ്ട് ഒരിടത്ത് ഒരു ആട്ടിൻകുട്ടിയും അതിൻ്റെ അച്ഛനും അമ്മയും കൂടി സുഖമായി താമസിച്ചിരുന്നു. ആട്ടിൻകുട്ടി എപ്പോഴും വീടിൻ്റെ പരിസരത്തെല്ലാം തുള്ളിച്ചാടി നടക്കും. കാല് നിലത്ത് വയ്ക്കില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ, നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉരുണ്ട സുന്ദരനായ ആട്ടിൻകുട്ടിയെ? അവൻ എപ്പോഴും ചാടടാ ചാട്ടം തന്നെ. ഒറ്റ ചാട്ടത്തിന് അവനങ്ങ് ദൂരെ എത്തും. എന്ത് രസാന്നോ അവനെയും അവൻ്റെ ആ തുള്ളിച്ചാട്ടവും കാണാൻ. ഒറ്റയ്ക്ക് തുള്ളിച്ചാടിപ്പോകുന്ന ആട്ടിൻകുട്ടിയെ അച്ഛനോ അമ്മയോ പിന്നാലെ പോയി പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. അവൻ്റെ ഇത്തരം കളികൾ അമ്മയാടിന് ആകെ വിഷമമുണ്ടാക്കി. ഇവൻ ഇതുപോലെ തുള്ളിച്ചാടി എങ്ങോട്ടെങ്കിലും പോയാൽ ഏതെങ്കിലും മൃഗത്തിൻ്റെ വായിൽ ചെന്നുപെടും. ഇവിടെയാണെങ്കിൽ ധാരാളം ചെന്നായ്ക്കളുമുണ്ട്. എന്നും ഭക്ഷണം ശേഖരിക്കാൻ തങ്ങൾക്ക് പുറത്തു പോയേ തീരൂ. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കാം എന്ന് വിചാരിച്ചാൽ ഭക്ഷണം വേണ്ടേ? അതുകൊണ്ട് അമ്മയും അച്ഛനും അപകടത്തിൻ്റെ സൂചനകൾ മകൻ എപ്പോഴും പറഞ്ഞു കൊടുത്തു. അവനോ എല്ലാം തല കുലുക്കി കേട്ടു. മോനെ, ഇവിടെ ചുറ്റുപാടും ചെന്നായ്ക്കളുണ്ട്. മോൻ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത്. ഇറങ്ങിയാൽ ചെന്നായ പിടിക്കും. അവനെല്ലാം സമ്മതിച്ചു. അവർ വാതിലടച്ച് തീറ്റ തേടി ഇറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ആട്ടിൻകുട്ടി വെറുതെ ഇരുന്നിട്ട് വല്ലാത്ത വിഷമം. അവൻ പതുക്കെ വാതിൽ തുറന്നു പുറത്തിറങ്ങി. ഹായ്, എന്ത് ഭംഗി! ഏതോ സ്വർഗലോകത്തെത്തിയ തോന്നൽ. ആകാശം നിറയെ നക്ഷത്രങ്ങൾ, പപ്പടം വട്ടത്തിൽ അമ്പിളിമാമൻ, നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതി, ചുറ്റുപാടും നിറയെ ചെടികളും പൂക്കളും. ഇത്ര സുന്ദരമായ ലോകം അവൻ ആദ്യമായി കാണുകയായിരുന്നു. രാത്രിയുടെ സൗന്ദര്യത്തിൽ ആട്ടിൻകുട്ടി സ്വയം മറന്നു. നിറഞ്ഞു വന്ന സന്തോഷത്തിൽ അവൻ തുള്ളിച്ചാടി എങ്ങോട്ടെന്നില്ലാതെ പോയി. കുറേ ദൂരം ചെന്നപ്പോഴാണ് താൻ ഏറെ ദൂരം പിന്നിട്ടിരിക്കുന്നുവെന്ന് അവൻ അറിയുന്നത്. തിരിച്ചു പോകാനുള്ള വഴിയും അറിയില്ല. ആകെ ക്ഷീണിച്ച ആട്ടിൻകുട്ടി അടുത്ത ഒരു നദിയിൽ വെള്ളം കുടിക്കാനിറങ്ങി. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വെള്ളത്തിലതാ ചെന്നായിയുടെ നിഴൽ. ആട്ടിൻകുഞ്ഞ് പേടിച്ച് തിരിഞ്ഞു നോക്കി. അതാ പിന്നിലൊരു ചെന്നായ കണ്ണു മിഴിച്ചു നോക്കി നിൽക്കുന്നു. ആട്ടിൻകുഞ്ഞ് അമ്മേ, അച്ഛാ എന്നുറക്കെ വിളിച്ചു കരഞ്ഞു. വിജനമായ ആ കാട്ടിൽ ആ രാത്രിയിൽ ആര് കേൾക്കാൻ? ആരും കേട്ടില്ല. പാവം ആട്ടിൻകുട്ടി. അവൻ ചെന്നായിയുടെ വായിലായി. കഷ്ടമായിപ്പോയി അല്ലേ കൂട്ടുകാരെ? ഈ കഥയിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? അച്ഛനമ്മമാർ മക്കളുടെ നല്ലതിനു വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അത് കേട്ട് അനുസരിച്ച് ജീവിച്ചാൽ എല്ലാവർക്കും ആപത്തിൽപ്പെടാതെ ജീവിക്കാം. എന്താ, ശരിയല്ലേ കൂട്ടുകാരെ? അപ്പോൾ അടുത്ത ദിവസം അടുത്ത കഥയുമായി